റേറ്റിംഗ് ചാർട്ടിൽ കാറ്റത്തെ കിളിക്കൂടും ഈ പുഴയും കടന്ന് അഡ്വക്കേറ്റ് അഞ്ജലി ടീച്ചറമ്മ വമ്പിച്ച മുന്നേറ്റവും നല്ല കെടുക്കൻ പ്രകടനവും കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുകയാണ്. അതെ, റേറ്റിംഗ് ചാർട്ട് വന്നു മക്കളെ. പക്ഷേ നമ്മുടെ ചെമ്പനീർ പൂവ് അതുപോലെ തന്നെ നമ്മുടെ പവിത്രമൊക്കെ തന്നെ ചെറിയ രീതിയിലൊന്ന് ഇടിഞ്ഞിട്ടുണ്ട് റേറ്റിംഗ്. എന്താണ് ഈ സീരിയൽസിനൊക്കെ സംഭവിക്കുന്നത്? ചെമ്പനീർ പൂവ് ആയിക്കോട്ടെ പവിത്രമൊക്കെ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീരിയൽസ് ആണ്. അത് ഒത്തിരി ഫാൻസും അതിനുണ്ട്. പക്ഷെ ഇപ്പോ കഴിഞ്ഞ ആഴ്ച കുഴപ്പമില്ലായിരുന്നു, പവിത്രം ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആഴ്ചയും പവിത്രം വീണ്ടും ഒന്ന് ഇടിഞ്ഞു. ഭയങ്കരമായിട്ട് പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒരു വെറൈറ്റി കൺസെപ്റ്റിലുള്ള ഒരു സീരിയലാണ് ചെമ്പനീർ പൂവ് ആയാലും ശരി തന്നെ. ഈ സീരിയൽസിനൊക്കെ എന്താ പെട്ടെന്ന് പറ്റിയത്? മഴതോരം മുൻപേ ഒന്നും അങ്ങോട്ടൊരു ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല, പത്തരമാറ്റിനും വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല. എന്തൊക്കെയാണ് ഈ ആഴ്ചയിലെ റേറ്റിംഗ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനും പറയാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയൽസിന്റെ റേറ്റിംഗ് അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ ഈ ആഴ്ചയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലാണ്. 14.9 പോയിന്റ് ആണ് സീരിയലിന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 15.5 ഉണ്ടായിരുന്ന സീരിയലായിരുന്നു. അപ്പോൾ റേറ്റിംഗിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പൊസിഷൻ കഴിഞ്ഞ ആഴ്ചയും നമ്പർ 1 പൊസിഷനിൽ തന്നെയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ചെമ്പനീർ പൂവ് എന്തുകൊണ്ടായിരിക്കും റേറ്റിംഗിൽ ഒരു ഇടിവ് വരാൻ സാധ്യതയുള്ളത്? കഴിഞ്ഞ ആഴ്ച റേറ്റിംഗിൽ മുന്നേറ്റമാണ് ഉണ്ടായത്. ഈ ആഴ്ച ഇടിവ് വരാൻ എന്താണ് കാരണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ കഥാഗതികൾ? അതോ IPL ഉള്ളത് കൊണ്ടാണോ? എന്താണ്? മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. രണ്ടാം സ്ഥാനത്ത് കാറ്റത്തെ കിളിക്കൂടാണ്. മിന്നുന്ന പ്രകടനം. 14.5 പോയിന്റ് ആണ് ഈ ആഴ്ച കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 13.5 പോയിന്റ് ആയിരുന്നു. അപ്പം 1 പോയിന്റ് കറക്റ്റായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ സീരിയലിന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. സ്ഥാനം കഴിഞ്ഞ ആഴ്ചയും 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഈ ആഴ്ചയും 2ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത് 3ാം സ്ഥാനത്ത് പത്തരമാറ്റാണ്. പത്തരമാറ്റ് 13.1 ആണ് ഈ ആഴ്ച കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും 13.1 കിട്ടിയിരിക്കുന്നത്. അങ്ങോട്ടൊരു മാറ്റം വരുന്നില്ല. ആ ഒരു റേഞ്ചിൽ തന്നെ അങ്ങനെ നിൽക്കുവാണ്. TRP സെയിം ആണ്, പൊസിഷനും സെയിം തന്നെയാണ്. 4ാം സ്ഥാനത്ത് മഴതോരും മുൻപേ ആണ്. മഴതോരും മുൻപേക്കും 12.2 പോയിന്റ് ആണ് ഈ ആഴ്ച കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും 12.2 പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അടിപൊളി കഥാമുഹൂർത്തങ്ങളൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രൊമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ പൊസിഷനും സെയിം ആണ്, റേറ്റിംഗും സെയിം ആണ്, മാറ്റമില്ല. ഇപ്പൊ പത്തരമാറ്റും മഴതോരും മുൻപേയൊക്കെ അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കണം. എന്തായിരിക്കും അതിനുള്ള കാരണം? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? 5ാം സ്ഥാനത്ത് പവിത്രമാണ്. പവിത്രം വീണ്ടും കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നതിൽ നിന്നും വീണ്ടും ഒരു പോയിന്റ് 1 കൂടി താഴേക്ക് വന്നിട്ടുണ്ട്. 11.9 ആണ് പോയിന്റ്. കഴിഞ്ഞ ആഴ്ച 12 പോയിന്റ് ആയിരുന്നു. ഇപ്പൊ 11.9 ജസ്റ്റ് ഒന്ന് താന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്തെ ആഴ്ച അതിനേക്കാൾ കൂടുതലായിരുന്നു. 12.1 ആയിരുന്നു. അപ്പോൾ ഓരോ ആഴ്ച കൂടുന്തോറും ഓരോ 0.1 വീതം ഇടിഞ്ഞിടിഞ്ഞ് വന്നുകൊണ്ടിരിക്കണം. എന്താണ് കാര്യം എന്നറിയില്ല. പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള സീരിയലുകളിൽ ഒന്നാണ് പവിത്രം. വെറൈറ്റി തീമിലുള്ള ഒരു സീരിയലാണ്. അപ്പൊ എന്താണ് പവിത്രത്തിന്റെ പെട്ടെന്ന് ഇങ്ങനെ പതിയെ ഓരോന്നോരോന്നായിട്ട് ഇടിയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നുന്നത് മസ്റ്റായിട്ട് താഴെ പറയുക. പക്ഷേ പൊസിഷൻസിൽ മാറ്റമില്ല. 5ാം സ്ഥാനത്ത് നമ്മുടെ പവിത്രം തുടരുന്നുണ്ട്. 6ാം സ്ഥാനത്ത് ഈ പുഴയും കടന്നാണ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 9.8 പോയിന്റ് ആണ് ഈ ആഴ്ച കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 9.4 പോയിന്റുകളായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. 6ാമത്തെ പൊസിഷനിൽ തന്നെയാണ്. അതും ഒരു വെറൈറ്റി തീമിലെ ഒരു സീരിയൽ തന്നെയാണ്. കുറച്ചും കൂടി ഒന്ന് പ്രൈം ടൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ പോയിന്റ്സിൽ ഇൻക്രീസ് വരാൻ സാധ്യത ഉണ്ടെന്ന് പ്രേക്ഷകർ പറയുന്ന ഒരു സീരിയലാണ് ഈ പുഴയും കടന്ന്. അടുത്ത 7ാമത്തെ സ്ഥാനത്ത് അഡ്വക്കേറ്റ് അഞ്ജലിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. 6.4 പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 5.8 പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു മാറ്റം കയറി വന്നിട്ടുണ്ട്. മാത്രമല്ല 8ാം സ്ഥാനത്ത് കിടന്ന സീരിയൽ വീണ്ടും 7ലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ കാര്യം വെക്കണ്ട, ഇടയ്ക്ക് 8ലും 7ലും അങ്ങനെ തന്നെയാണ് അഡ്വക്കേറ്റ് അഞ്ജലി നിൽക്കുന്നത്. നമുക്ക് അറിയാമല്ലോ. അടുത്ത 8ാം സ്ഥാനത്ത് നമ്മുടെ സാന്ത്വനം 2 ആണ്. സാന്ത്വനം 2ന്റെ ഇടിവ് വരുന്നുണ്ട്. 5.9 സാന്ത്വനം ഇടിഞ്ഞിരിക്കുകയാണ്. പണ്ട് പ്രേക്ഷകർ സ്വീകരിച്ചിരുന്ന ഒരു സീരിയലാണ് സാന്ത്വനം. അതിന്റെ സൂപ്പർ സക്സസിനെ തുടർന്നാണ് സീസൺ 2 വന്നത്. പക്ഷേ ഇപ്പൊ 5.9 ഇടിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച 6 പോയിന്റ് ഉണ്ടായിരുന്ന സീരിയലായിരുന്നു. 7ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച. പക്ഷെ സാന്ത്വനം 7-8 ആ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത 9ാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ടീച്ചറമ്മയാണ്. മിന്നുന്ന പ്രകടനം ടീച്ചറമ്മ കാഴ്ചവെച്ചിട്ടുണ്ട്. 3.4 ആണ് ഈ ആഴ്ച ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 2.9 ആയിരുന്നു. അതിൽ നിന്നൊരു മികവ് വന്നിട്ടുണ്ട്. മാത്രമല്ല 11ാം സ്ഥാനത്ത് കിടന്ന സീരിയലാണ് 9ലേക്ക് വന്നിരിക്കുന്നത്. അത് വലിയൊരു മാറ്റമല്ലേ?
9 വന്നു, അവസാന എപ്പിസോഡുകളിലേക്ക് അടുക്കുകയാണെന്നാണ് പ്രൊമോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു മിന്നുന്ന പ്രകടനം ടീച്ചർ അമ്മയും കാഴ്ചവെച്ചിട്ടുണ്ട്. ദെൻ 10ാം സ്ഥാനത്തേക്ക് നമ്മുടെ സ്നേഹക്കൂട്ടാണ്. 3.3 ആണ് പോയിന്റ്സ്. കഴിഞ്ഞ ആഴ്ച 3.2 ആയിരുന്നു. അപ്പോൾ പോയിന്റ്സിൽ ചെറിയൊരു മികവ് വന്നിട്ടുണ്ട്. പക്ഷേ 9ാം സ്ഥാനത്തായിരുന്ന സീരിയൽ 10ാം സ്ഥാനത്തായി. ഓക്കെ, അപ്പോൾ അതിലൊരു ഇടിവ് വന്നിട്ടുണ്ട്. 11ാം സ്ഥാനത്ത് നമ്മുടെ ഇഷ്ടം മാത്രമാണ്. 3.1 ആണ് പോയിന്റ്. കഴിഞ്ഞ ആഴ്ച 3.03 ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പം പോയിന്റിൽ ജസ്റ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്. പക്ഷെ 10ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇപ്പൊ 11ാം സ്ഥാനത്തായി. 12ാമത്തെയും അവസാനത്തെയും സ്ഥാനത്ത് നമ്മുടെ മൗനരാഗമാണ്. 2.7 ആണ് കിട്ടിയിരിക്കുന്നത്. 2.9 ആയിരുന്നു ലാസ്റ്റ് വീക്ക് കിട്ടിയിരുന്നത്. അപ്പം അതിന് നല്ല രീതിയിൽ ഇടിവ് വരുന്നുണ്ട്. ആ സോട്ടിൽ മൗനരാഗം കിടക്കുന്നതുകൊണ്ടാണോ അത് ഇടിഞ്ഞ് ആ സോട്ട് അങ്ങ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു സീരിയലൊക്കെ ആ സോട്ടിൽ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അപ്പം പൊസിഷൻ സെയിം തന്നെയാണ്, പക്ഷേ മൗനരാഗത്തിന്റെ പോയിന്റ് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് 5 സീരിയൽസിൽ മാറ്റമില്ല. ചെമ്പനീർ പൂവ്, കാറ്റത്തെ കിളിക്കൂട്, പത്തരമാറ്റ്, മഴതോരം മുൻപേ, പവിത്രം. ഈ 5 സീരിയലും സ്റ്റിൽ അതുപോലെ തന്നെ തുടരുകയാണ്. ഇതിൽ ചെമ്പനീർ പൂവിനും പവിത്രത്തിനും നേരിയ ഒരു ഇടിവ് വന്നിട്ടുണ്ട്. കാറ്റത്തെ കിളിക്കൂടിന് നല്ല മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിയിട്ടുണ്ട്. പത്തരമാറ്റും മഴതോരം മുൻപേയും സെയിം ആയിട്ട് തന്നെ നിൽക്കുവാണ്. ഈ പുഴയും കടന്നുകൂടി ടോപ്പ് 5ലേക്ക് കയറാനുള്ള ഇഞ്ചോടിഞ്ച് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം കയറുമോ എന്നുള്ളത്. അപ്പം ഇതുപോലത്തെ റേറ്റിംഗ് അപ്ഡേറ്റ്സോടെ ഞാൻ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. മറ്റ് സീരിയൽ വിശേഷങ്ങളായിട്ട് വരാം. നിങ്ങളുടെ ഫേവറേറ്റ് സീരിയൽ ഏതാണ്? എന്തുകൊണ്ടാണ് ഈ സീരിയൽസിന് ഇങ്ങനെ റേറ്റിംഗ് ഈ ആഴ്ച? നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലിന് റേറ്റിംഗ് കൂടിയത് അല്ലെങ്കിൽ റേറ്റിംഗ് കുറഞ്ഞെന്നൊക്കെ ഉള്ളത് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ, അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.